നമസ്കാരം, ഞാൻ ബൈജു ദേവസി. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. തൃക്കൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ച് ജീവനക്കാരെ നിയമിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകി. സ്ത്രീ സമൂഹത്തിന്റെ സമഗ്ര വികസനത്തിനും നാടിന്റെ സുസ്ഥിര വികസനത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ജെൻഡർ ബജറ്റ് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ അവതരിപ്പിച്ചു. ചൂണ്ടലിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് പാലത്തിന്റെ കൈവരിയിലേക്ക് ഇടിച്ചു കയറി അപകടത്തിൽ 16ഓളം പേർക്ക് പരിക്ക്. പാലിയക്കരയിൽ പാടത്ത് തീ പടർന്നു. ഏക്കർ കണക്കിന് വരുന്ന പാടത്തെ പുല്ലിനാണ് തീ പിടിച്ചത്. വാർത്തകൾ വിശദമായി. തൃക്കൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ച് ജീവനക്കാരെ നിയമിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകി. തൃക്കൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തെ 2020 ഒക്ടോബറിലാണ് കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയത്. എന്നാൽ 3 വർഷത്തിലധികം പിന്നിട്ടിട്ടും നഴ്സിംഗ് ഓഫീസറുടെ അനുവദനീയമായ തസ്തിക പോലും നിലവിലില്ല എന്നതാണ് വാസ്തവം. പ്രതിദിനം 150 മുതൽ 200 വരെ രോഗികളെത്തുന്ന തൃക്കൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിലവിൽ 2 ഡോക്ടർമാർ, 1 നഴ്സിംഗ് അസിസ്റ്റന്റ്, 1 ഹോസ്പിറ്റൽ അസിസ്റ്റന്റ്, 1 ലാബ് ടെക്നീഷ്യൻ, 1 ഫാർമസിസ്റ്റ് എന്നിങ്ങനെയാണ് സ്റ്റാഫ് ഉള്ളത്. ഇത് തികച്ചും അപര്യാപ്തമാണെന്ന് പരാതിയിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി 1 ഡോക്ടർ, 1 നഴ്സിംഗ് ഓഫീസർ, 1 ഫാർമസിസ്റ്റ് എന്നീ തസ്തികകളിൽ കൂടി നിയമനം നടത്തിയിരുന്നു. എന്നാൽ 2023 സർക്കുലർ അനുസരിച്ച് 1 ഡോക്ടറെയും 1 പാരാമെഡിക്കൽ സ്റ്റാഫിനെയും മാത്രമേ പഞ്ചായത്തിന് നിയമിക്കാനാകൂ. അങ്ങനെ വന്നാൽ തൃക്കൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നഴ്സിംഗ് ഓഫീസറുടെ തസ്തിക ഇല്ലാതാകും. ഇവിടെ എത്തുന്ന രോഗികൾക്കാണ് ഇത് കൂടുതൽ പ്രയാസമുണ്ടാക്കുക. രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ സുഗമമായി OP പ്രവർത്തിക്കേണ്ടതിന് 3 നഴ്സിംഗ് ഓഫീസർമാരെങ്കിലും ആവശ്യമാണ്. ഇതിനായി കുടുംബാരോഗ്യ കേന്ദ്രത്തിനനുസരിച്ച് സ്റ്റാഫ് പാറ്റേൺ പുനഃക്രമീകരിക്കുകയോ നഴ്സിംഗ് ഓഫീസറെ നിയമിക്കാൻ പഞ്ചായത്തിനെ അനുവദിക്കുകയോ ചെയ്യണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതർ DMOയ്ക്ക് പരാതി നൽകി. ആരോഗ്യവകുപ്പ് മന്ത്രിക്കും MLAയ്ക്കും ഈ വിഷയത്തിൽ പരാതി നൽകിയതായി പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ സലീഷ് ചെമ്പാറ, ജിഷ ഡേവിസ്, മേരിക്കുട്ടി വർഗീസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പോൾസൺ തെക്കുംപിടിക, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സൈമൺ നമ്പാടൻ, മോഹനൻ തൊഴുക്കാട്ട്, അജീഷ് മുരിയാടൻ, ഷീബ നികേഷ്, HMC അംഗം ജോസ് കുന്നത്തുപറമ്പിൽ എന്നിവരും ചേർന്നാണ് DMOയ്ക്ക് പരാതി നൽകിയത്. അവര് ഭയങ്കര പ്രശ്നം വഹിക്കുന്നുണ്ട്, ഞങ്ങളുടെ അവിടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ ആളില്ലാന്ന് പറഞ്ഞ് നമ്മളുടെ ഇതിലാണ് റിസ്കിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഒരു ഓർഡറായിട്ട് വരികയാണെങ്കിൽ നമുക്ക് കൂടുതൽ പറയാൻ പറ്റും. അവരെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴേ സർക്കാരിന്റെ ഉത്തരവാദിത്വം വന്നാൽ നമുക്ക് കൂടുതലുണ്ട്. സർക്കാരിന്റെ ഉത്തരവാദിത്വം അവർക്ക് അധികം പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ മറ്റു പഞ്ചായത്ത് അവരെ ആൾക്കാരെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാവരും പേഷ്യൻസ് കൂടിയാണ്. സ്ത്രീ സമൂഹത്തിന്റെ സമഗ്ര വികസനത്തിനും നാടിന്റെ സുസ്ഥിര വികസനത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ജെൻഡർ ബജറ്റ് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ അവതരിപ്പിച്ചു. 40,49,58,123 രൂപ വരവും 39,60,66,150 രൂപ ചെലവും 88,91,943 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വിവിധ മേഖലകളിലേക്കായി 40,49,58,120 രൂപയാണ് ബഡ്ജറ്റിൽ ആകെ വകയിരുത്തിയിരിക്കുന്നത്. സ്ത്രീ സമൂഹത്തിന്റെ പ്രതീക്ഷകൾ സാർത്ഥകമാക്കുന്നതിന് സ്ത്രീപക്ഷ നവകേരളം എന്ന കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 24,45,51,000 രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ദാരിദ്ര്യ ലഘൂകരണത്തിന്റെ ഭാഗമായി ലൈഫ് കേവല ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്ന കാഴ്ചപ്പാടിലൂടെ വിഭാവനം ചെയ്ത അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി എന്നിവയിലേക്ക് 3,14,67,000 രൂപയും തരിശുരഹിത ബ്ലോക്ക് എന്ന ലക്ഷ്യത്തോടുകൂടി കാർഷിക മേഖലയിൽ നെൽകൃഷിക്കും പച്ചക്കറി കൃഷിക്കും പ്രാധാന്യവും പ്രോത്സാഹനവും നൽകിക്കൊണ്ട് കൃഷിവിളകളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടുന്നതിനായി 50,12,500 രൂപയും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിന്റെ ഉന്നമനത്തിനായി പട്ടികജാതി പട്ടികവർഗ മേഖലകളിൽ 2,01,90,000 രൂപയും സമൂഹത്തിൽ പലവിധത്തിലുള്ള കഷ്ടതകൾ അനുഭവിക്കുന്ന ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, കുട്ടികൾ തുടങ്ങിയവരുടെ ക്ഷേമത്തിനായി 59,50,000 രൂപയും
വനിതകളുടെ സാമ്പത്തിക ഭദ്രതയും സാമൂഹിക പദവിയും ഉയർത്തുന്നതിന് സ്വയം തൊഴിൽ സംരംഭങ്ങൾക്കായി പ്രാദേശിക സാമ്പത്തിക വികസനത്തിൽ 42,50,000 രൂപയും വകയിരുത്തി. എല്ലാ തുറകളിലും പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സമഗ്ര വികസന ക്ഷേമ പദ്ധതിയാണ് ബഡ്ജറ്റ് ലക്ഷ്യം വയ്ക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M.R. രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സുന്ദരി മോഹൻദാസ്, പ്രിൻസൺ തയ്യാലയ്ക്കൽ, അജിത സുധാകരൻ, ബ്ലോക്ക് മെമ്പർമാരായ അൽജോ പുളിക്കൻ, ടെസി ഫ്രാൻസിസ്, സജിത രാജീവൻ, KM ചന്ദ്രൻ, പോൾസൺ തെക്കുംപിടിക, ഷീല ജോർജ്, മിനി ഡെന്നി പാനോക്കാരൻ, VK മുകുന്ദൻ, TK അസൈൻ, സദാശിവൻ, ഹേമലത നന്ദകുമാർ, സതി സുധീർ, ടെസി വിൽസൺ, ബ്ലോക്ക് പഞ്ചായത്തിലെ വിവിധ നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KK നിഖിൽ നന്ദി രേഖപ്പെടുത്തി. കോവിഡ്-19 മഹാമാരിയുടെ കാലഘട്ടത്തിൽ വർക്ക് ഫ്രം ഹോം എന്ന ആശയത്തിൽ സ്ത്രീകൾ അനുഭവിച്ച കടുത്ത മാനസിക സംഘർഷങ്ങളായ കുട്ടികളുടെ പരിപാലനം, വൃദ്ധരായ മാതാപിതാക്കളുടെ സംരക്ഷണം, വീട്ടിൽ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ ഉണ്ടെങ്കിൽ അവരുടെ പരിപാലനം. മണ്ണുത്തി കോളേജ് ഓഫ് ഫോറസ്ട്രി, അവ്യുക്ത സ്റ്റുഡൻസ് യൂണിയനും NSS ക്ലബും പീപ്പിൾസ് ബ്ലഡ് ഡൊണേഷൻ ആർമിയും IMA ബ്ലഡ് ബാങ്കും സംയുക്തമായി സംഘടിപ്പിച്ച ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഫോറസ്ട്രി കോളേജ് ഡീൻ ഓഫ് ഫാക്കൽറ്റി ഡോക്ടർ EV അനൂപ് ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് റിസർച്ച് ഡോക്ടർ TK കുഞ്ഞാമു, അസിസ്റ്റന്റ് പ്രൊഫസർ ഷൈൻ G, NSS ക്ലബ് അഡ്വൈസർ ഡോക്ടർ ശ്രീജിത്ത് ബാബു, ഡോക്ടർ SM ബാലഗോപാലൻ, NSS ക്ലബ് സെക്രട്ടറി നന്ദന അജേഷ്, സ്റ്റുഡൻസ് യൂണിയൻ ജനറൽ സെക്രട്ടറി അഫ്നിദ മുഹമ്മദ്, പീപ്പിൾസ് ബ്ലഡ് ഡൊണേഷൻ ആർമി തൃശൂർ ജില്ലാ കോർഡിനേറ്റർമാരായ ഫിറോസ് തോട്ടപ്പടി, നിർമ്മല മാർട്ടിൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. 50ഓളം വിദ്യാർത്ഥികളും സ്റ്റാഫ് അംഗങ്ങളും രക്തം ദാനം ചെയ്തു. നാഷണൽ മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2024 ഹൈദരാബാദ്, തെലങ്കാനയിൽ നടന്ന നാഷണൽ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 4x100 മീറ്ററിൽ സ്വർണവും 800 മീറ്റർ ഓട്ടത്തിൽ വെള്ളിയും കരസ്ഥമാക്കിയ തൃക്കൂർ മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രവർത്തകയും വനിതാ സഹകരണ സംഘം മെമ്പറും കൂടിയായ കല്ലൂർ സ്വദേശി ബിജിത വേഡുവിനെ തൃക്കൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സന്ദീപ് കണിയത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, മോഹനൻ തുഴുക്കാട്ട്, സൈമൺ നമ്പാടൻ, ജിഷ ഡേവിസ്, വിനോദ് ആറ്റുപുറം, ഷാജു തൃശൂക്കാരൻ, ജോൺസൺ അവിട്ടത്തുകാരൻ, സജി പാനോക്കാരൻ, ഷമീറ എന്നിവർ പങ്കെടുത്തു. നമസ്കാരം. നാഷണൽ മീറ്റ് കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. നമ്മുടെ 5th നാഷണൽ മീറ്റ് ഹൈദരാബാദ് ആണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ജില്ലാടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ മീറ്റ് പോകുന്നത്. അപ്പോൾ 30 വയസ്സിന് മേലെ ഉള്ളവർക്കാണ് ഇതിൻ്റെ മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം. അപ്പോൾ ഞാൻ ജില്ലാ സ്റ്റേറ്റ് കഴിഞ്ഞപ്പോൾ നാഷണൽ മത്സരിച്ചു. പാലിയക്കരയിൽ പാടത്ത് തീ പടർന്നു. ഏക്കർ കണക്കിന് വരുന്ന പാടത്തെ പുല്ലിനാണ് തീ പിടിച്ചത്. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയാണ് സംഭവം. ഉപയോഗശൂന്യമായ പാടത്ത് തീ പടർന്നതോടെ ദേശീയപാതയിലേക്ക് വ്യാപകമായി പുക ഉയർന്നു. ചില സമയങ്ങളിൽ ഇത് വാഹനങ്ങൾക്ക് കടന്നുപോകാനും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. പുതുക്കാട് നിന്ന് ഫയർഫോഴ്സ് എത്തിയെങ്കിലും പാടത്തേക്ക് വാഹനം ഇറക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. കാറ്റിന്റെ ശക്തിയിൽ തീ കൂടുതൽ പ്രദേശത്തേക്ക് വ്യാപിക്കുകയും ചെയ്തു. പാലിയക്കര പാടത്തു നിന്ന് പുലക്കാട്ടുകര പാടത്തേക്കും തീ പടർന്നു. 3 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ അണയ്ക്കാനായത്. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ സംരംഭകർക്കായി ലോൺ ലൈസൻസ് സബ്സിഡി മേള സംഘടിപ്പിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പോൾസൺ തെക്കുംപിടിക, മിനി ഡെന്നി പാനോക്കാരൻ, പഞ്ചായത്ത് അംഗങ്ങളായ സലീഷ് ചെമ്പാറ, മേഴ്സി സ്കറിയ, KK സലീഷ്, ഷീബ നികേഷ്, ഹനിത ഷാജു, വ്യവസായ വകുപ്പ് വികസന ഓഫീസർ സെബി, കാനറ ബാങ്ക് തൃക്കൂർ ബ്രാഞ്ച് മാനേജർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സംരംഭകർക്ക് ലോൺ സാങ്ഷൻ ലെറ്റർ, ലൈസൻസ്, അനുമോദന പത്രം എന്നിവ വിതരണം ചെയ്തു. ചെമ്പൂച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവം ഫെബ്രുവരി 19 ആഘോഷിക്കും. ചെമ്പൂച്ചിറ നൂലുവള്ളി ദേശങ്ങളുടെ നേതൃത്വത്തിൽ 18 ഗജവീരന്മാരെ അണിനിരത്തിയുള്ള എഴുന്നള്ളിപ്പ്, 100-ൽ പരം വാദ്യകലാകാരന്മാർ ചേർന്നൊരുക്കുന്ന വാദ്യപ്രഘോഷണം, കാവടിയാഘോഷം, കുടമാറ്റം, ആകാശവിസ്മയം എന്നിവ ഉണ്ടായിരിക്കും. 20-ന് പള്ളിവേട്ടയും 21-ന് ആറാട്ടും നടക്കും. ചൂണ്ടലിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് പാലത്തിന്റെ കൈവരിയിലേക്ക് ഇടിച്ചുകയറി അപകടത്തിൽ 16ഓളം പേർക്ക് പരിക്കേറ്റു. കുന്നംകുളം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഫിസ്മോൻ ബസ്സാണ് ഇന്ന് രാവിലെ 9:30 അപകടത്തിൽപ്പെട്ടത്. തൃശൂരിൽ നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ബസ് നിയന്ത്രണം വിട്ട് പാലത്തിന്റെ കൈവരിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ പാലത്തിന്റെ കൈവരി തകർന്ന് ബസ് മുന്നോട്ട് നീങ്ങിയെങ്കിലും മറിയാതിരുന്നത് വൻ ദുരന്തം ഒഴിവാക്കി. പരിക്കേറ്റവരെ മേഖലയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്.
നാട്ടുകാരും പോലീസും അഗ്നിരക്ഷാ സേനയുമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു. കുന്നംകുളം തൃശൂർ റൂട്ടിൽ ഗതാഗതം ഏറെ നേരം നിലച്ചു. ചിറ്റിശ്ശേരി ചേന്നംകുളങ്ങര ഭദ്രകാളി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം വ്യാഴാഴ്ച നടക്കും. ബുധനാഴ്ച വൈകിട്ട് 6:30 മുതൽ ചമയ പ്രദർശനം ഉണ്ടായിരിക്കും. വ്യാഴാഴ്ച രാവിലെ 6:30 ചാന്താട്ടം, 9 പാണ്ടിമേള അകമ്പടിയിൽ കാഴ്ചശീവേലി, ഉച്ചയ്ക്ക് 2 പല്ലാവൂർ ശ്രീധരന്മാരാർ പ്രാമാണികനായ പഞ്ചവാദ്യം, വൈകിട്ട് 4:30 കേളത്ത് അരവിന്ദാക്ഷന്മാരാർ നയിക്കുന്ന പഞ്ചാരിമേളം എന്നിവയും അരങ്ങേറും. വരന്തരപ്പള്ളി തൃക്കയിൽ നവനീതര ഗോപാലസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം ഫെബ്രുവരി 21 ബുധനാഴ്ച നടക്കും. രാവിലെ 4 നട തുറക്കൽ, അഭിഷേകം, തുടർന്ന് ഗണപതി ഹോമം, നവകം, കളഭാഭിഷേകം, വിശേഷാൽ പൂജകൾ. 11 മുതൽ പ്രസാദ ഊട്ട്, വൈകിട്ട് 5 നട തുറക്കൽ, 6 വലിയ നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവയും ഉണ്ടായിരിക്കും. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ മെഡിക്കൽ ഓഫീസറുടെ താൽക്കാലിക ഒഴിവിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. യോഗ്യത MBBS, TCMC രജിസ്ട്രേഷൻ. പ്രായപരിധി 25 വയസ്സിനും 45 വയസ്സിനും മധ്യേ. താൽപര്യമുള്ളവർ ഫെബ്രുവരി 21 വൈകിട്ട് 5 മണിക്ക് മുൻപായി സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളോടൊപ്പം ആശുപത്രി ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. മുൻപരിചയം ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് സൗജന്യമായി ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നു. പ്രൊഫഷണൽ ഡിഗ്രികൾ പഠിക്കുന്നവർക്കും എല്ലാ പോസ്റ്റ് ഡോക്ടറൽ ഡിഗ്രി കോഴ്സുകൾക്കും ദേശീയ സംസ്ഥാന തലത്തിൽ നടത്തുന്ന പൊതുപ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ മെറിറ്റ് അഡ്മിഷൻ ലഭിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മാർച്ച് 16 അപേക്ഷാ ഫോമും മറ്റ് വിശദവിവരങ്ങളും ജില്ലാ ഓഫീസിലും ബോർഡിന്റെ KMTWWFB.org എന്ന ഔദ്യോഗിക വെബ്സൈറ്റിലും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0487 2446545 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇനി സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5700 രൂപയും പവന് 45,600 രൂപയും രേഖപ്പെടുത്തി. കോനിക്കര കുറുക്കഞ്ചേരി വീട്ടിൽ പരേതനായ വേലായുധന്റെ ഭാര്യ ശാന്ത അന്തരിച്ചു. 70 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മക്കൾ ദിലീപ്, ഷിനോജ്, മരുമക്കൾ ദീന, ഗീതു. ശാന്തിനഗർ മാങ്കുറ്റിപ്പാടം കുറിച്ചിപ്പറമ്പിൽ ജോൺസന്റെ മകൻ ക്ലജോ അന്തരിച്ചു. 40 വയസ്സായിരുന്നു. പറപ്പൂക്കര രാപ്പാൾ കൊളോണി കുമാരൻ ഭാര്യ മണി അന്തരിച്ചു. 65 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മക്കൾ ബാബു, ബിന്ദു, മരുമക്കൾ സുധ, മനോജ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. തൃക്കൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ച് ജീവനക്കാരെ നിയമിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകി. സ്ത്രീ സമൂഹത്തിന്റെ സമഗ്ര വികസനത്തിനും നാടിന്റെ സുസ്ഥിര വികസനത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ജെൻഡർ ബജറ്റ് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ അവതരിപ്പിച്ചു. ചൂണ്ടലിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് പാലത്തിന്റെ കൈവരിയിലേക്ക് ഇടിച്ചു കയറി അപകടം. അപകടത്തിൽ 16ഓളം പേർക്ക് പരിക്ക്. പാലിയക്കരയിൽ പാടത്ത് തീ പടർന്നു. ഏക്കർ കണക്കിന് വരുന്ന പാടത്തെ പുല്ലിനാണ് തീ പിടിച്ചത്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയുന്നതിന് NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.